സഹൃദയരെ, ഇന്ന് നമ്മൾ ഒരു അനാഥനായ ബാലന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ജനറ്റിക് മോഡിഫിക്കേഷനുകൾക്ക് വിധേയനായി ആരോരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ അനാഥനായ ബാലന്റെ കഥ. അതെ ഗൈസ്, ഇത് അരമനയിലെ അപ്പുവിന്റെ കഥയാണ്. സോ നമ്മുടെ കഥ ആരംഭിക്കുന്നത് തന്നെ ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നത് കാണിച്ചാണ്. സോ ഗൈസ്, ഇതൊരു ലബോറട്ടറി ആണ്. ഇവിടെ ജനറ്റിക് മ്യൂട്ടേഷൻ നടക്കുകയാണ്. ഇതാരുടെ വാക്യൂം ക്ലീനർ, അതാ നീലം സ്ട്രോങ്. എനിവേ, ഈ ഒരു പേപ്പറിലെ സ്നിക്കേഴ്സിന്റെ മുട്ടായി, ഈ തൊലിയാണ് ഈ കഥ മൊത്തം തൊലിക്കുന്നത്. ഈ തൊലിയ ഡോറിൽ കുടുങ്ങിയത് അവിടെ മൊത്തം പ്രശ്നം. സെക്യൂരിറ്റിയൊക്കെ ബ്രീച്ച് ആയിട്ട് അതിനകത്തുനിന്ന് ഒരു ഭീകരൻ പുറത്തു കാടും. ആ ഭീകരൻ ആരാണെന്ന് അറിയാമോ? അവനാണ് നമ്മുടെ അരമനയിലെ അപ്പു. ഈ അപ്പു ഒരു പാവമാണ്. അവൻ എപ്പോഴും വിശപ്പാണ്. ദേ കണ്ടില്ലേ, ഇവനാണ് അപ്പു. വിശന്നാ പിന്നെ അപ്പു അല്ലാതായി മാറും. ഇന്നിപ്പോ ഉള്ളതാവട്ടെ നീലാം സ്ട്രോങ്. അങ്ങനെ ആ അണ്ണനെ വെള്ളം തൊടാതെ ശാപ്പിടുമ്പോ ലോകം വരുന്നു. ശരിക്കും പറഞ്ഞാൽ ലോകം മാത്രമേ പഴയതുള്ളൂ ഗൈസ്. പടമൊക്കെ വെറും വാദമാണ്. ഇനി സീൻ കെട്ടായി നമ്മുടെ നായികയെ കാണിക്കും. സ്കാർലറ്റ് ജോഹാൻസൺ ആണ് നമ്മുടെ നായിക. ഇവൻ ഒരു വലിയ പണക്കാരനാണ്. ഇവന്റെ കമ്പനിക്ക് ഒരു ആവശ്യമുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നായികയുടെ അടുത്ത് ഇവൻ വരുന്നത്. ഇനി എന്താണ് കാര്യമെന്നല്ലേ, മനുഷ്യന്റെ ഹാർട്ട് ഡിസീസസ് ക്യൂർ ചെയ്യാനുള്ള ഒരു സെറം എന്ന് വെച്ചാൽ ശ്രവം, കഫവും മലവും മൂത്രമൊക്കെ വേണമെന്ന്. അല്ല, ബ്ലഡ് സാമ്പിൾസ്. അതെടുക്കാൻ 3 സ്പെഷ്യൽ ദിനോസറുകളുണ്ട്. അവയെ കണ്ടെത്തണം. എന്നിട്ട് അത് വെച്ച് മരുന്നുണ്ടാക്കി ട്രില്യൺ കണക്കിന് ഡോളറിന് മറിച്ചടിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഇദ്ദേഹം ദിനോസറുകളെ പറ്റി പഠിച്ചൊരു എൻസൈക്ലോപീഡിയയാണ്. ദിനോസറുകൾക്ക് പോലും അവരെ പറ്റി അത്രയും അറിഞ്ഞൂടാ. ഒരു പ്രത്യേക സ്ഥലത്ത് ഈ ദിനോസറുകളെല്ലാം ജീവിക്കുന്ന അവർക്ക് വേണ്ട 3 ദിനോസറുകളുള്ള സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് സാമ്പിളുകൾ ശേഖരിക്കാനാണ് ഇവർ പോകുന്നത്. ഇതാണ് ഈ പടത്തിന്റെ കഥ. അങ്ങനെ ഇവർ 3 പേരും കൂടി ആ ഒരു ദ്വീപിലേക്ക് എത്തുകയാണ്. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ ബോട്ട് വേണം. കടൽ മാർഗമാണ് പോവാനുള്ളത്. ഇത്രയും ചാളയുടെ അതെന്ത് മീനാണ് അത്? തലയിൽ എന്റെ വാഗണ്ട എന്റെ വല്യമ്പിച്ച് ചിരിച്ചോണക്കിരിക്കുന്നത്. എനിവേ, ഇനി ഈ പടത്തിലെ മിടുക്കനും മെസ്കിലിനായിട്ടുള്ള ഒരു ഹീറോയുമാണ് ദാണ്ട ഈ അണ്ണൻ. ഇങ്ങേരെ ബോട്ടിലാണ് ഇവർ അങ്ങോട്ട് പോകാൻ പോകുന്നത്. അങ്ങേരെ പണം കൊടുത്ത് വശത്താക്കി അങ്ങേർക്കും കാശ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി അങ്ങേരെ ബോട്ട് എടുത്ത് അങ്ങോട്ട് പോകും. ഇവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ്. ആരെങ്കിലും ഇങ്ങനത്തെ വയ്യാവേലി വിട്ടവരും അതൊക്കെ പിടിച്ചിട്ട് ഇവരൊക്കെ പോയി ചാവും. അതാണ് ഇവരുടെ പരിപാടി. പാവം ഈ എണ്ണ ദിനോസറിന് തിന്നാൻ വേണ്ടി ഇതിനകത്തുണ്ടായ ഒരു ക്യാരക്ടറാണ്. അത്രേ ഉള്ളൂ. ദിനോസറിനെ പിടിക്കാൻ ഇവർക്കൊരു പ്ലാനൊക്കെ ഉണ്ട് ഗൈസ്. മാപ്പൊക്കെ ഉണ്ട് ഒരു കയ്യില്. തൊട്ടപ്പുറത്ത് കുറച്ച് അകലെ മാറി അങ്ങ് തെക്കേ കരയ്ക്ക് അവിടെ ഒരു ഫാമിലി ഒരു ചെറിയ ബോട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയും കുറച്ച് വലിയ കുട്ടിയും പിന്നെ അവളുടെ ബോയ് ഫ്രണ്ടും. ഇയാളും അടങ്ങിയതാണ് ആ ഫാമിലി. ഇവരെന്തിനാണ് ഈ സിനിമയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു ആവശ്യമില്ല, ചുമ്മാ രസത്തിൽ ഇരിക്കട്ടെ. അതും നടുക്കടലിലെ ദിനോസറുകൾ നീന്തുന്ന ഈ കടലിൽ ഇവർ എന്താണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാണ് സിനിമയിൽ പറഞ്ഞില്ല കേട്ടാ. അവര് ചിലപ്പോ കൊച്ചിന് സ്കൂൾ അടച്ചപ്പോഴത്തേക്കും ടൂർ വന്നതായിരിക്കും കേട്ടോ. പെട്ടെന്നതാ അവരുടെ കപ്പൽ ഒരു തൊലിയും വന്ന് ഇടിച്ച് കമത്തും. അവൻ ആരാണെന്ന് അറിയാമോ? ഇവനാണ് അവൻ. ദാ വരുന്നവൻ. നീന്തി കടാ പെട്ടെന്ന്, ഇല്ലെങ്കിൽ അതിനെ കടിക്കൂടാ. ഒരു വലിയ തണ്ണി മൊത്തം നീന്തി വരണേ. എന്തായാലും അയൽപക്കത്തെ സരളയുടെ ശക്തി കൊണ്ട് അവന്റെ മോളിൽ കയറി രക്ഷപ്പെടും. മറ്റവൻ അടി കൂടെ മൂക്കളേറ്റ് അങ്ങ് പോകും കേട്ടോ. ആരാണ് അവൻ? സ്രാവ, പിരാനെ, തിമിംഗലോ, അതോ അതിഭീകരനായ ഒരു മുതലയോ? അല്ല, അവനൊരു ദിനോസറാണ്. ദിനോസറുകളെ നമുക്ക് 3 തിരിക്കാം: ആർമി, നേവി, എയർഫോഴ്സ്. 3 ലോകത്തും ഇവരുടെ സാന്നിധ്യം ഉണ്ട്. കെട്ടിപ്പിടിച്ചത് മതി, മുതലാക്കേണ്ടല്ലടാ നീ. അങ്ങനെ ഇരിക്കും ഇവരുടെ ഈ ഷിപ്പിലേക്ക് മേടെ നമ്മൾ മുങ്ങി നമ്മളെ ആരെങ്കിലും രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലൊക്കേഷൻ പറഞ്ഞൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് കിട്ടിയോടെ ഇവർ അങ്ങോട്ട് പോകും. എന്നിട്ട് ഒരു കാര്യമില്ല, അവരെയും കൂടെ വലിച്ചതിനകത്ത് കയറ്റും. പിന്നെ അവരും കൂടെ ഉണ്ട് ഈ അഡ്വഞ്ചറിനകത്ത്. കുറച്ച് അവരെയും കൂടെ കാണാം നമുക്ക് സിനിമയിൽ. അത് തന്നെ. അപ്പൊ ഉണ്ട് പെട്ടെന്ന് അവർക്ക് നേരെ ഒരു അറ്റാക്ക്. ഒരു മുതുക്ക് സാധനം. ഇതിന്റെ ബ്ലഡ് സാമ്പിൾസ് അവർക്ക് എടുക്കണം. ഇത് മറ്റേ തേടിയ കല്ല് പായസത്തിൽ നിന്ന് കിട്ടിയ പോലെ ഒന്നായി പോയില്ല. അപ്പൊ അവരൊരു സാധനം ഉണ്ട്, അത് വെച്ച് വെടി വെക്കും. പക്ഷെ അത് മിസ്സാവും ഫസ്റ്റ് ടൈം. എന്നിട്ട് സെക്കൻഡ് ടൈം വീണ്ടും ട്രൈ ചെയ്യുമേ. അത് വെച്ച് വീണ്ടും വെടി വെക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ചാടി ഒരു ഈ ഡിവൈസിന്റെ പ്രത്യേകത, ഇത് ശരീരം തറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലഡ് സാമ്പിൾസ് അത് ചൂഴ്ന്നെടുത്തിട്ട് കൊതുകൊക്കെ രക്തം കുടിക്കില്ലേ, അതുപോലെ എന്നിട്ട് പറന്നങ്ങ് തനിയെ പൊങ്ങി വരും. അങ്ങനെ ഫസ്റ്റ് സാമ്പിൾ അവർക്ക് ലഭിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോ അത് പെട്ടെന്ന് നിർത്തും ചാടി വന്ന് നമ്മുടെ അണ്ണ ഇല്ലേ സിനിമയിൽ വെറുതെ ചാവാൻ വേണ്ടി വന്നവൻ, അവനെ കടിച്ചോട്ടങ്ങ് പോകും ഗൈസ്. എന്നാൽ അതുകൊണ്ട് നിർത്തോ, അവന്മാർ കുറെ പേരുണ്ട്. അവിടെ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഈ കൊച്ചു പോയി വേറെ ആർക്കെങ്കിലും സിഗ്നൽ കൊടുക്കുക രക്ഷിക്കാൻ വേണ്ടി പറയുമേ. പക്ഷെ ഈ വൃത്തികിട്ട് ആ കൊച്ചിനെ തള്ളി അങ്ങ് വെളിയിലിടും. എന്നിട്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി കേൺ അപേക്ഷിക്കുമ്പോഴേ ഫിലിപ്പിന്റെ ഇത് കണ്ട് അവളെ കാമകൻ ഒരു നിമിഷം പോലും അമ്മാന്തിക്കത് നേരെ എടുത്ത് വെള്ളത്തിൽ ചാടും. അതേസമയം മറ്റൊരുത്തൻ, ഒരു മുതുക്കൻ, അവൻ ബോട്ടിന്റെ കൂടെ നീന്തി വന്ന് ബോട്ടിലിട്ട് ഒരൊറ്റ ഐഡി. ഒടുവിൽ നിയന്ത്രണം വിട്ട ബോട്ട് ഒരു പാറയ്ക്ക് മുകളിലേക്ക് ഇടിച്ചു കയറി നിൽക്കും. ഇവരെല്ലാം കരയിൽ എത്തിപ്പെടുകയും ചെയ്യും. തിരിഞ്ഞോക്കണേ,
തിരിഞ്ഞു നോക്കടി, മുതുകത്ത് കൂനുള്ള ഒരു പല്ലിതോ പോണ്ടിടോ. എവളിപ്പോ ചാവയുള്ള ഓടി പോണ്ട. ഇപ്പൊ അതിനടുത്ത് മലത്തടി കണക്കാണ്. പോടാ അങ്ങോട്ട്. മീൻവെൽ മറ്റേ വെള്ളത്തിൽ ചാടിയ കൊച്ചും ആ ഫാമിലിയും ഇല്ലേ, അവർ അവിടെ നിന്ന് തന്നെ വേറൊരു സ്ഥലത്തോട്ട് കയറിട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറി കിടന്ന് കറങ്ങും. എന്തായാലും ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആവുകയാണ് ഗൈസ്. ഒടുവിൽ അവരെ മല കയറുകയാണ് ബാക്കിയുള്ള സാമ്പിൾസ് കൂടി കളക്ട് ചെയ്യാനായിട്ട്. അതിന്റെ ഇടയിൽ നമ്മൾ അണ്ണൻ വെള്ളം കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ട് മുകളിലോട്ട് മല നോക്കുമ്പോഴേ ഒരു ചത്ത ശവം ഡെഡ് ബോഡി ആയിട്ട് ഇവിടെ തൂങ്ങി കിടക്കണം. അവന്റെ കയ്യിലൊരു തോക്കും. അണ്ണ ആ തോക്ക് നൈസായിട്ട് അടിച്ചു മാറ്റി പോക്കറ്റ് വെക്കും. അങ്ങനെ ഇരുന്നിരുന്ന് രാത്രി വീണ് ഗൈസ്. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ പയ്യനില്ലേ, അവനൊരു മൂത്രശങ്ക. അവൻ മൂത്രം വയ്ക്കാൻ പോയതും അതിന്റെ പിറകില് WWE നടക്കണം. അതിപ്പോ മൂത്രവും സഞ്ചി എല്ലാം കൂടെ അവര് കടിച്ചെടുത്തോണ്ട് പോയനെ. എന്നാലും ഒരു ധൈര്യം സംഭവിക്കണം. അത് പറന്നു പോയിട്ട് ഇവന് പിന്നെ മൂത്രം വന്നല്ല. നമുക്കൊല്ലാണെങ്കിൽ മൂത്രം പോയിട്ട് പിന്നെ തുപ്പൽ പോലും 3 ദിവസത്തേക്ക് വരൂല. അതിമനോഹരമായ ഒരു പാടത്തേക്ക് പിന്നീട് അവർ എത്തുകയാണ്. അവിടെ എന്തോ നെൽകൃഷിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അതോ ക്രിസ്റ്റഫർ നോളൻ അടുത്ത സിനിമയ്ക്ക് വേണ്ടി വാങ്ങിച്ച സ്ഥലം. ഇവന്റെ മോന്ത കണ്ടാ അറിയാം ആള് പെശ കാണുന്നുണ്ടാ. കഴുത്തോട്ട് മോന്തോരെ ഒരേപോലെ ഇരിക്കുന്നില്ലേ. അവളെ നോക്കിയാണ് എന്തൊരു ജീവി ചെയ്യുന്നത് ഗൈസ്. ഇതാണ് അവിടെ രണ്ടാമത്തെ ജീവി. ഇതിൽ നിന്നാണ് അവർക്ക് സാമ്പിൾ അടുത്ത് കളക്ട് ചെയ്യാനുള്ളത്. അത് ശരി. ഈയിടെ നിനക്ക് നാണം ഉണ്ടടാ. 2 ജീവികൾ തമ്മിൽ രമിക്കുമ്പോൾ അവരൊന്ന് ഫ്രഞ്ചീസ് അടിക്കാൻ നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഈ കോടാലിയായിട്ട് പോകാനായിട്ട് പ്രണയ നിർമ്മാജരായ 2 കമിതാക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ ഇവർക്ക് നാണമില്ലേ? മൊണ്ണെ മാറുന്നില്ല. അതിന്റെ 5-ാം കാലം ഒന്ന് അടിക്കും തലയിൽ. അതിന്റെ കാലിന്റെ അടിയിൽ പോയി സീൻ പിടിക്കണടാ. നിനക്ക് നാണമില്ലടാ. അവിടെ സംഗമിച്ചുകൊണ്ടിരുന്ന ഒരുത്തന്റെ പെടൽ നോക്കി ഇവള് വെടിവെക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അവരുടെ സ്വസ്ഥത നശിപ്പിച്ച ഇവളെ എന്ത് ചെയ്യണം? ദൈവമേ, അടുത്തിൽ ഇവളെ തന്നെ ദിനോസർ തിന്നണേ. എന്തായാലും അവിടെ നിന്ന് അവർ ആ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇത് ഇവരെ പഞ്ചായത്ത് സഭയായിരുന്നു. മീൻവെൽ നമ്മുടെ മറ്റേ ഫാമിലിയും കുട്ടിയില്ലേ, അവർ മറ്റൊരു സ്ഥലത്ത് പോയി ഒരു ബോട്ട് എടുക്കാനുള്ള പരിപാടിയിലാണ്. അവിടെ അതാ ഒരു വാബളന്ന പൂച്ചയെ പോലെ കിടക്കുകയാണ്. അവൻ കാണാതെ അനങ്ങാതെ അതിനകത്ത് പോയി ബോട്ട് എടുക്കണം. അതാണ് ഇപ്പൊ ഇവിടുത്തെ ടാസ്ക്. അങ്ങനെ ബോട്ടും വലിച്ചഴിച്ച് ഇങ്ങനെ വരികയാണ്. സൈഡിൽ അതാ കിടക്കുന്നു നെടുനീളം കാട്ടിലെ മോനു. ഈടാ, അതൊരു ടീറക്സ് അല്ലേ? നിങ്ങൾ ആരെ ഈ പറ്റിക്കാൻ നോക്കുന്നത്? ടീറക്സിനെയോ? പണ്ട് ജുറാസി പാർക്ക് കണ്ട് കാട്ടിലിനടിയിലേക്ക് ഞാൻ നോക്കുമായിരുന്നു ഉറങ്ങുമ്പോ. വല്ല ടീറക്സും കയറി ഇരുന്നാലോ? അതൊക്കെ ഒരു കാലം. ഇവൻ ആളൊരു മൊണ്ണനാണ് ഗൈസ്. ഇവര് വലിയ ശരീരം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. അല്ലേലേ അവനൊരു വികലാംഗനാണ്. വളർച്ചയില്ലാത്ത 2 കൈയാണ് ദൈവം ഫ്രണ്ടിൽ കൊടുത്തേക്കണം. കാട്ടിലെ മോന് വെള്ളം കുടിക്കുന്ന സമയം കൊണ്ട് അവളെ നീന്തി നീന്തി അങ്ങോട്ട് പോവുകയാണ്. കണ്ടടേ കണ്ട്. മോൻ ഇപ്പോഴെങ്കിലും അവളെ കണ്ടല്ലോ. പിന്നെ ഒരു സ്വഭാവം ഉണ്ട്. ഇവൻ കണ്ട മാത്രം ഓടി വന്ന് കൊല്ലിയൊന്നുമില്ല. അവൻ ഇങ്ങനെ പതുക്കെ പതുക്കെ കുറച്ചേരം നോക്കൊണ്ടൊക്കെ നിന്ന് കൊള്ളാലോ, അനലൈസ് ഒക്കെ ചെയ്ത് ആദ്യം ഒരു കാലെടുത്ത് വെച്ച് പിന്നെ അടുത്ത കാലെടുത്ത് വീണ്ടും വെച്ച് മെല്ലെ വരൂ, നിങ്ങൾ പൊക്കോ, ഞാൻ പിറകെ വരുന്നുണ്ടല്ലോ. ടീറക്സ് എന്ന് വെച്ചാൽ ട്യൂബ്ലൈറ്റ് റെക്സ് എന്നാണ്. അതായത് പെട്ടെന്ന് കത്തൂല, പതുക്കെ കത്തുമല്ല. ഒറ്റ ചാട്ടത്തിന് അവൻ ഇവര് പിടിക്കാന്നുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ ചെയ്യില്ല. അവൻ വെള്ളത്തിനിടയിൽ കൂടെ മുക്കളായിട്ട് ഇങ്ങനെ വന്ന് പൊങ്ങി വന്ന് അതെല്ലാം പൊക്കി മറിക്കും. എന്നിട്ട് അവൻ സൈഡിലൂടെ ഓടി വന്ന് ഈ നീന്തിയൊക്കെ പോണവരെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അവരാരെയും അവൻ കടിക്കണ്ട. എന്നിട്ട് അവര് വെള്ളത്തിൽ മുങ്ങുമ്പോ അപ്പ അവൻ കടിക്കും. അല്ല, വെള്ളത്തിനകത്ത് വാതോർന്ന് കടിച്ച ഇവന്റെ വായിക്കകത്ത് വെള്ളം കയറൂലേ. ഗസ്, ആ കൊച്ചു ബോട്ടിനടിയിലായി പോകുമേ. അപ്പൊ നമ്മുടെ കാട്ടിലെ കുട്ടൻ വന്ന് ആ ബോട്ടൊക്കെ കടിച്ച് പൊട്ടിക്കാൻ നോക്കുമേ. കേട്ടോ, അവന്റെ പല്ലൊക്കെ താഴ്മിച്ചു ആ ബോട്ട് പൊട്ടൂല. ദിനോസറിന്റെ പല്ലുകൊണ്ട് കടിച്ചിട്ട് പോലും ബോട്ടിൽ ഒരു കണ്ണുകൊള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നില്ല ഈ ബോട്ടൊക്കെ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ. എന്നിട്ട് ആ കൊച്ചിനെ ഇവൻ ചേസ് ചെയ്ത് വന്ന് ഇവര് 2 പാറയുടെ ഇടയിൽ ഇപ്പൊ ഒളിച്ചിരിക്കുക. ഇത്ര നേരം കടിക്കാത്തവൻ കൃത്യമായിട്ട് അവിടം വരെ നടന്നു വന്നിട്ട് അതിന്റെ ഇടയിൽ തലയിട്ട് കിടന്ന് ബഹളം വെക്കും. ഇവിടെ നീ ഒരു അപ്പെക്സ് പ്രെഡിക്ടർ ആണ് അടാ മണ്ട. ഇത്രയും നല്ല അവസരമെല്ലാം കളഞ്ഞു പൊളിച്ചിട്ട് വലിയ പല്ല് നാക്കും വായുവായിട്ട് അവൻ വന്നേക്കാണ്. ഇതുപോലൊരു മണ്ടൻ ദിനോസർ. നമ്മുടെ മറ്റേ ടീമില്ലേ, അവരൊരു മലയുടെ മുകളിൽ കയറിയിട്ട് ഒരു പക്ഷിയുടെ നിന്നാണ് ഇനി എടുക്കാനുള്ള സാമ്പിള്. ആ പക്ഷി ദിനോസറിന്റെ മുട്ടയിൽ നമ്മങ്ങനെ സാമ്പിള് വലിച്ചെടുത്തോണ്ടിരിക്കുമ്പോ ഒരു വിധം എന്തായാലും ഇവന്റെ പിടിയിൽ നിന്ന് ഇവരെല്ലാരും രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും ഓടും. എന്തായാലും 3ാമത്തെ സെറം അവർക്ക് കിട്ടും ഓടുവില്ല.
സീനിൽ രക്ഷപ്പെടണമല്ലോ. ഇവരെല്ലാരും കൂടി ഒരു പ്രത്യേക സ്ഥലത്തെത്തും. അതായത് സിനിമയുടെ ആദ്യം കാണിച്ചില്ലേ, ഒരു ലബോറട്ടറിയിൽ കുറച്ച് പരീക്ഷണങ്ങൾ നടക്കുന്നതും അതിനകത്ത് അരമനയിലെ അപ്പു അതേ സ്ഥലമാണിത്. ഇവിടെ വെച്ച് അവർ മറ്റേ ഫാമിലിനെയും കാണുന്നുണ്ട് കേട്ടോ. അവരെല്ലാരും ഇവിടെ വെച്ച് റീജോയിൻ ആവും. അപ്പൊ ആ കൊച്ചു പറയും കൊച്ചിനെ മറ്റവൻ രക്ഷിച്ചില്ല, അവൻ കൊല്ലാനൊക്കെ നോക്കിന്ന് പറയും. അവർക്ക് കട്ട കലിപ്പാണ് ഇവന്റെ അടുത്ത്. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല കേസ്, അതങ്ങ് സോൾവ് ആയി പോകും. അപ്പൊ പെട്ടെന്നാണ് അവിടെ വികൃത ജീവിയായ ഒരു ദിനോസറം കടന്നു വരുന്നത്. പല്ലി വവ്വാലിയുടെ മിക്സ് ആണെന്ന് തോന്നുന്നു. അതായത് ഇതിനകത്തുള്ളതെല്ലാം മ്യൂട്ടൻസ് ആണ് ഗൈസ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ദിനോസറുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് പോകാന്ന് കരുതി ഇവരൊരു ഹെലികോപ്റ്റർ വിളിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോഴാണ് അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നത്, ഒരു വമ്പൻ ട്വിസ്റ്റ്. അവരെ രക്ഷിക്കാൻ വന്ന ഹെലികോപ്റ്റർ പെട്ടെന്ന് താഴെ വീണ് പൊട്ടിത്തെറിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുമ്പോ ആതാ വരുന്നു. പുറകോട്ട് നോക്ക്, നമ്മുടെ അരമനയിലെ അപ്പു. യവനെ നെറ്റി എന്തെങ്കിലും മുഴച്ചിരിക്കണ കഷണ്ടി ഏറിയ ഇതൊരുമാതിരി ബ്രെയിൻ ട്യൂമറിന് ജീവൻ വെച്ച പോലെ ഉണ്ടല്ലോ. അവനാണ് നമ്മുടെ സിനിമയിലെ നായകൻ, അരമനയിലെ അപ്പു. അപ്പൂരൊരു കുഴപ്പമുണ്ട്, അവൻ അത്ര കാഴ്ചയില്ല. അവൻ ഈ പ്രകാശമുള്ള സ്ഥലത്തോട്ടൊക്കെ യാത്ര ചെയ്യും. അങ്ങനത്തെ ഒരുത്തനാണ് അവൻ. ഓ, കഷണ്ടിക്ക് മരുന്നില്ലടാ. ഇവ എന്താണ് ഇവൻ? ഡോൾഫിനാണ് ഇവൻ. അതാ പ്രൊഡക്ടർ ഏലിയൻ മിക്സാ. ഇവന് 3-4 വികലാംഗ കൈയുണ്ട് കേട്ടാ, നമ്മുടെ ബാഹുബലിയുടെ ബിജ്ജാള ദേവനെ പോലെ. പാവപ്പു, അവന്റെ വിഷമം അവനല്ലേ അറിയാവൂ. ആരോരും ഇല്ലാതെ വളർന്ന കുട്ടിയാണ് അവൻ. വയസ്സായോണ്ടാണെന്ന് അറിഞ്ഞൂടാ. പാപ്പടന് കണ്ണും കണ്ടുകൂടാ, മണത്ത് കണ്ടുപിടിക്കണമെങ്കിൽ മൂക്കില്ല, പോരാത്തിന് വാ നിറച്ച് പല്ല്. ഒരു ദുരന്ത ജീവിതം തന്നെ അവന്റെ. നമ്മൾ അപ്പു കൊച്ചിന്റെ അടുത്തോട്ട് വരുമ്പോ അണ്ണൻ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഒരു റെഡ് ലൈറ്റ് കത്തിച്ച് അവനെ അങ്ങോട്ട് ആകർഷിച്ചിട്ട് കൊച്ചിന്റെ അടുത്ത് ഡിബേറ്റ് ചെയ്ത് മാറ്റുവനാ. അങ്ങനെ അണ്ണൻ സ്വയം സാക്രിഫൈസ് ചെയ്ത് അവരെല്ലാരും രക്ഷിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ വിചാരിക്കും അണ്ണൻ ചത്തോടുകൂടി ഇവ അങ്ങ് പോയെന്ന്. പക്ഷെ അവൻ പിന്നെ തിരിച്ചു വരും. അരമനയിൽ അപ്പൊ ഒരു ഭീകരൻ തന്നെ. അങ്ങനെ അവർ അരമനയിലെ അപ്പുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഗൈസ്. അപ്പോൾ ട്വിസ്റ്റ്, വെട്ട് നോക്കുമ്പോ അവിടെ ഒരു ചുമന്ന പ്രകാശം. നമ്മുടെ അണ്ണൻ ചത്തില്ല ഗൈസ്, അവർ രക്ഷപ്പെട്ട്. അതെങ്ങനെയാണെന്നൊന്നും ചോദിക്കരുത്. ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു സിനിമയിൽ സ്വന്തമായിട്ട് എടുത്ത് സാക്രിഫൈസ് ചെയ്തിട്ട് തിരിച്ചു വരണ. പിന്നെ നമ്മളെ മറ്റേ അണ്ണയില്ലേ, മറ്റേ മില്യണയർ പൈസ ഉള്ളവൻ, അവനെ നമ്മൾ അരമനയിലെ അപ്പു അരമനയിൽ മുക്കി തിന്ന്. അപ്പൊ എന്തായാലും ശരി ഗൈസ്, പടം ഇത്രേ ഉള്ളൂ. പണ്ടൊക്കെ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞാൽ കീടിലം കൊള്ളിച്ച അന്നത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് പോലും കീടിലം പടമായിരുന്നു. ഇപ്പൊ ഇത്രയും CGI വെച്ചിട്ട് പോലും സ്റ്റോറി ഇല്ല ഗൈസ്. ഇതൊരു വെറും പഴം സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായില്ല. ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് ബ്രെയിൻ ട്യൂമർ ബാധിച്ച ഒരു ദിനോസർ. ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ കിടിലം കൊള്ളിച്ച, ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ, ആകാംക്ഷഭരിതരാക്കിയ കൾട്ട് ക്ലാസിക് ഭീമാകാരമായ പടത്തെ ഇന്ന് ഞാൻ വറുക്കാൻ എടുക്കുമ്പോൾ പ്യുവർ എന്റർടൈൻമെന്റ് മാത്രമാണ് ഉദ്ദേശം. വരൂ നമുക്ക് ലിസാഡ് രഘുവിന്റെയും മങ്കി മോഹന്റെയും കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുമ്പോൾ ഇവിടെയെങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ട് അങ്ങ് അന്റാർട്ടിക്കയിലേക്ക് മുക്കളയിട്ട് പോയിരുന്ന ഒരു സബ്റേ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകരുന്നത് കാണിച്ചാണ് ചിത്രത്തിന്റെ തിരശീല ഉയരുന്നത്. മീൻവെൽ തൊട്ടപ്പുറത്ത് 2 പട്ടാളക്കാരെന്ന് തോന്നിക്കുന്ന വ്യക്തികൾ ഒരു ഐലൻഡിലേക്ക് ചെല്ലുകയാണ്. ആ ഐലൻഡിലാണെങ്കിൽ വളരെ പ്രാചീനമായ മനുഷ്യരാണ് ജീവിക്കുന്നത്. ഇങ്ങനെ മുഖം. ഇവരുടെ പ്രധാന കുലത്തൊഴിൽ എന്താണെന്ന് വെച്ചാൽ കുറെ ബെറീസ് എല്ലാം കൂടി കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഒരു ചക്കിലിട്ട് ആട്ടി അതെല്ലാം കൂടി കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കും. എന്നിട്ട് വിശക്കുമ്പോ അവർ തന്നെ എടുത്ത് കുടിക്കും. അതാണ് അവരുടെ പണി. ഇനി തലയിൽ പൂടയും കയ്യിൽ തോലുമുള്ള ഇദ്ദേഹമാണ് ഈ കാട്ടിലെ മൂപ്പൻ. അവിടെ കടന്നുകൂടിയ പട്ടാളക്കാർ ഇവിടെ നിൽക്കാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ അയാൾ ആദ്യം സമ്മതിക്കില്ല. പക്ഷെ ബുദ്ധിയുള്ള പട്ടാളക്കാർ അവർക്കൊരു പാട്ട് വെച്ചു കൊടുത്ത് അവരെ മയക്കുകയാണ്. അത് മാത്രം ഒരു ബോണസ് എന്ന നിലയ്ക്ക് അവർക്ക് കുറച്ച് ബീഡിയും കൂടിയും കത്തിച്ചു കൊടുക്കും. ആ ബീഡിയും വലിച്ച് പാട്ടും കേട്ട് കിറങ്ങി അവർക്ക് അവിടെ നിൽക്കാനുള്ള സമ്മതം അറിയുള്ളൂ. പ്രാചീന കാട്ടുവാസികളൊക്കെ എത്ര പാവം മനുഷ്യരാണല്ലേ. പെട്ടെന്നാണ് അവിടെ ഘോര ശബ്ദത്തിൽ ഒരു അലർച്ചയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത്. ആ കാട്ടുവാസികൾ എല്ലാം തന്നെ പെട്ടെന്ന് ഭയന്ന് തന്റെ മലദീപം തങ്ങളോട് കോപിച്ചു എന്ന് കരുതി അവിടെ അങ്ങോട്ട് മുട്ടുകുത്തി ഇരുന്ന് നിസ്കരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് മനസ്സിലാക്കാതെ പട്ടാളക്കാരും അങ്ങനെ അമ്മാന്തിച്ച് നിൽക്കുമ്പോൾ പറന്നു പോകുന്ന ഒരു ഹെലികോപ്റ്റർ താഴേക്ക് നോക്കുമ്പോൾ അതാ ഒരു മഞ്ഞുമലകൾക്കിടയിലൂടെ ഒരു ഭീകര സത്വം പുറപ്പെടുകയാണ് ഗൈസ്. യെസ് ഗൈസ്, 100% ഇതവൻ തന്നെ, ലിസാഡ് രഘു AKA ഗോഡ്സില്ല. അവൻ കടലിന് നേരെ കര ലക്ഷ്യമാക്കി മന്ദം നടന്നു വരികയാണ് ഗൈസ്. അപ്പൊ തന്നെ മിലിറ്ററി ടാങ്കും ട്രൂപ്സും ഒക്കെ വന്ന് അവന് നേരെ നിറയൊഴുകുകയാണ്. പക്ഷെ അതിശക്തനായ ഗോഡ്സില്ലയുടെ രോമം പോലും കരുന്നില്ല. മിസൈലൊക്കെ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ ഗോഡ്സില്ലയുടെ പുറത്തുനിന്ന് ഇടിച്ചിട്ട് തെറിച്ചു പോവുകയാണ് ഗൈസ്. തന്റെ ഉഗ്രശക്തിയുള്ള വായ്നാറ്റം വെച്ച് ടാങ്ക് വരെ കരിച്ചുരുക്കി കളയാണ് ഗൈസ്.
ഗൈസ് നമ്മുടെ രഘുവിന്റെ അണ്ണാക്ക് വഴി നടുവിലേക്ക് ഒരു പോസ്റ്റ് ഇറക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്തേക്കാണ് ഗൈസ്. അതിനാൽ തന്നെ അവന് കഴുത്തൊന്നും അനക്കാൻ പറ്റൂല. അങ്ങനെ ഗോഡ്സിലൂടെ പുറപ്പാട് അവിടുത്തെ പത്രങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച് വരികയാണ്. ഒഫീഷ്യൽസ് എല്ലാം പറയുകയാണ് ഇത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, എന്താണ് ഒരു പോംവഴി. മീൻവെയിൽ നമ്മുടെ മറ്റു രണ്ട് പട്ടാളക്കാരില്ലേ, അവർ ആ കോര് ശബ്ദം കേട്ടത് എവിടെയാണെന്ന് അറിയാൻ കാട്ടിനകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് എടുത്ത് അടിച്ചു മാറ്റി കുടിക്കേണ്ട ഒരു ചെറുക്കൻ രാത്രിയായപ്പോൾ ടെന്റിനകത്ത് നുഴഞ്ഞു കയറുകയാണ്. അവര് തിരികെ കൂടി അവന്റെ അമ്മയും അവിടെ തന്നെ എത്തുകയാണ് ഗൈസ്. എന്നാൽ അവര് പ്രതീക്ഷിച്ച് അവിടെ ഒരു വലിയ അപകടം പതിയിരിക്കുകയായിരുന്നു. ഒരു ഭീകരനായ മുഴുത്ത നീരാളി അതേസമയം അവിടെ ജ്യൂസ് കുടിക്കാൻ വന്നേക്കായിരുന്നു. ഇവരെ കണ്ടത് അവൻ അവിടെ കിടന്ന് അലമ്പ് കാണിക്കണം. നീരാളി അവന്റെ 8 കാലം ചുരുട്ടി അവിടെ മൊത്തം ആകെ അക്രമം അഴിച്ചു വിടുകയാണ് ഗൈസ്. അവിടേക്ക് അപ്പോഴാണ് ഒരു വലിയ അലർച്ചയോടുകൂടി മങ്കി മോഹന്റെ കടന്നുവരവ്. മോഹനെ കണ്ടത് നീരാളി ചാടി അവന്റെ മുഖത്തങ്ങ് ഒട്ടിയിരിക്കും. തന്റെ മുഖത്ത് ഒരു 16 അടിക്കാൻ നോക്കിയ ദേഷ്യത്തിൽ മോഹൻ അവിടെ ഓരോ കല്ലുകളും എടുത്ത് ബാസ്കറ്റ് ബോൾ ഇടുന്ന കണക്ക് അവനെ തലയിലോട്ട് ഇട്ട് കൊടുക്കും. ഒടുവില കുരങ്ങന്റെ ശല്യം സഹിക്കവേ നീരാളി പിന്മാറുകയാണ് ഗൈസ്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞതല്ലേ, ഒന്ന് അല്പം ചാർജ് ആകാന്ന് കരുതി അവിടെ കാട്ടുവാസികൾ അവർക്ക് അടിച്ച് വിറ്റാവൻ ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് എല്ലാം കൂടി നമ്മുടെ മങ്കി മോൻ എടുത്ത് കുടിക്കുകയാണ്. അത് കുടിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും നമ്മുടെ മങ്കിമാനെ നല്ല മയക്കം വരുന്നുണ്ട് ഗൈസ്. എന്നാലും അവൻ നിർത്തൂല. അടിച്ച് പിടുത്തായി വല്ല ഓടയിലും കിടക്കുന്ന കിളവുമാരെ പോലെ അവൻ പിന്നൊടിച്ച് കുടിക്കും. അവന്റെ മോന്ത നോക്കി ചപ്പാത്തി പരത്തി പോലെ ഇരിക്കണല്ലേ. അതിന്റെ കൂടെ തന്നെ അവർ ഒരു കാട്ട് പാട്ടും കൂടി അങ്ങ് വെച്ചു കൊടുക്കും. ഇത് രണ്ടും കൂടി ആയത് നമ്മുടെ മോഹൻ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ഗൈസ്. ആ സന്തോഷത്തിൽ ആ കാട്ടുവാസികൾ എല്ലാം കൂടി ആടിപ്പാടി ഡാൻസ് കളിക്കുകയാണ്. പിന്നീട് ഇവരുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഇവനെയും വലിച്ചൊരു കപ്പലിൽ കൊണ്ടുപോയി ജപ്പാനീസ് തീരങ്ങൾ ആക്രമിക്കുന്ന ഗോഡ്സിലയുടെ മുന്നിൽ ഇട്ട് കൊടുക്കണം. ജന്മന തന്നെ ശത്രുക്കളായ ഇവന്മാരുണ്ടല്ലോ, രണ്ടുപേരും കൂടി തമ്മി തല്ലി അങ്ങ് ചത്തോളൂ. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് ബോംബും അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ മങ്കിക്കിങ്ങനെ അവന്മാരെ 4 മുള വെച്ചൊരു പേട ഉണ്ടാക്കി അതിന്റെ മുകളിൽ എടുത്തിട്ട് ഷിപ്പ് വെച്ച് വലിച്ചോണ്ട് പോവുകയാണെന്ന്. ഇത് സോപ്പ് ഒഴിച്ചുണ്ടാക്കിയ ഡൈനാമൈറ്റ്. അതേസമയം മറ്റൊരിടത്ത് റിമോട്ടിൽ നടക്കുന്ന കളിപ്പാട്ടം പോലെ പാവങ്ങളായ സാധുജനങ്ങൾ കയറുന്ന ഒരു ട്രെയിൻ നശിപ്പിക്കാനായി അവൻ കടന്നു വരികയാണ് ഗൈസ്. അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. ഇത് 1962 ഇറങ്ങിയ പടമാണ്. അന്നൊക്കെ റിയലിസവും എഫക്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് അവർ കൂടുതലും കളിപ്പാട്ട് ട്രെയിനൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് ചാക്ക് റബ്ബർ കൂടെ മിശ്രിതം കലർത്തി ഒരു ഉടുപ്പുണ്ടാക്കി KCBക്കാർ കയ്യിലിടുന്ന റബ്ബർ ഗ്ലൗസ് വെട്ടിത്തച്ച് ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കറുത്ത പെയിന്റ് അടിച്ചവനാണ് ഈ രാക്ഷസൻ. അന്ന് ആൾക്കാരെ കണ്ട് ഭയന്നിരുന്ന പല സിനിമകളും നമുക്ക് ഇന്ന് കാണുമ്പോൾ കോമഡി എത്തോണം, അത് സ്വാഭാവികമാണ്. പക്ഷെ അന്നൊക്കെ അവർ ഇത്ര മനോഹരമായി സിനിമ ചെയ്തല്ലോ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു വിനയൻ. ഒരുത്തിന്റെ കാമുകില്ല ഗൈസ് അതിനകത്തുണ്ടായിരുന്ന ട്രെയിനിലെ. അപ്പൊ അവളെ രക്ഷിക്കാനായിട്ട് ഗോഡ്സിലെ വായിക്കകത്തോട് എടുത്തുനിന്ന് കയറിയാണ്. ഇവൻ തന്നെ ഇങ്ങനെ നടക്കുന്നത് മരച്ചീനിയാടവൻ. ഈ പെണ്ണുമ്പോൾ ആ ട്രെയിനകത്തിരുന്ന് കുടിയായിരുന്ന പിടുത്തടിച്ചണക്ക് നടക്കണം നോക്ക്. ഇപ്പൊ എനിക്കവിടെ മറിഞ്ഞു വീഴണ്ട. അവരെ തക്ക സമയത്ത് അവരുടെ കാമുകൻ ജീപ്പിൽ വന്ന് രക്ഷിക്കുമേ. അക്കം ഗോഡ്സിലെ കണ്ട് ആകെ തളർന്ന അവശയായി കുഴഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങ് ദൂരെ ഇരുണ്ട വെളിച്ചം കീറി മുറിച്ച് നമ്മുടെ മരച്ചീനി നടന്നു വരികയാണ് ഗൈസ്. മീൻവെയിൽ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ കോങ് ഉണരുകയാണ് ഗൈസ്. ഉണർന്നവ അക്രമം കാണിക്കുമെന്ന് വിചാരിച്ച് അവരെ ഡൈനാമൈറ്റ് വെടിവെച്ചങ്ങ് പൊട്ടിക്കും. ഇടമണ്ടന്മാരെ, ഇത്രയും കട്ടിയുള്ള ചാക്കിന്റെ തോലും ദേഹത്തിൽ നടക്കണ അവൻ ഇത് വല്ല ആവൂ. അവിടെ നിന്ന് കരയിലേക്ക് കയറിയ മോഹനും രഘുവും പരസ്പരം കണ്ടുമുട്ടുകയാണ് ഗൈസ്. സംഭവം എന്താന്ന് വെച്ചാൽ ഫൈറ്റിനൊടുവിൽ തന്റെ വാനാറ്റം കൊണ്ട് തീ കത്തിച്ച് ഗോഡ്സിലെ കണ്ട് ആകെ അമ്പരന്ന് കൺഫ്യൂഷൻ ആയിട്ട് നമ്മുടെ രഘു കോങ് തലയും ചൊറിഞ്ഞങ്ങ് തിരിച്ചു പോവുകയാണ് ഗൈസ്. മോഹൻ പിന്മാറിയത് കാരണം ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തൊരു ട്രാപ്പ് വെച്ചിട്ട് അതിനകത്ത് കൊണ്ട് തള്ളിയിട്ട് നമ്മുടെ രഘുവിനെ കൊല്ലാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവർ തന്ത്രപരമായി കുഴിച്ച വാരിക്കുഴിയിലേക്ക് നമ്മുടെ ഗോഡ്സിലെ വീഴുകയാണ്. വീണതും അവർ ബോംബ് വെച്ചത് പൊട്ടിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇവനെ കാണുമ്പോൾ പണ്ടത്തെ റിമോട്ട് കാർ ഓട്ടിക്കുന്ന ഒരു സുഖം. ഇവൻ കലികലി സിംസിം ഇറങ്ങി വന്ന പാവയല്ലേ ഗൈസ്. നമ്മുടെ പട്ടാളത്തിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇവന് ഇലക്ട്രിസിറ്റി അത്ര ഇഷ്ടമല്ല. കാറ്റും KCBയും പോലെ ഇവനും ഇലക്ട്രിസിറ്റിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. വായിലൂടെ ന്യൂക്ലിയർ നാറ്റമൊക്കെ വിടാനുള്ള ശേഷി
ദേഷ്യം ഉണ്ടെങ്കിലും കറണ്ട് അടിച്ച് അവൻ അത്ര ശരിയാവൂല. എടാ നീ എന്ത് പോങ്ങടാ, മുതുകത്ത് കള്ളിമുള്ളി ചെടിയൊക്കെ വളർത്തിട്ട് അവൻ അങ്ങനെ നടക്കുകയാണ്. അതല്ലെങ്കിലും ഈ പല്ലിവർഗത്തിന് പണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല. എന്നിട്ട് ട്യൂബ്ലൈറ്റിന്റെ അടി തന്നെ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും. അത് അങ്ങനെ കുറയണം. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ മങ്കി മോഹൻ, അവൻ വളരെ നിഷ്പക്ഷമായി ഇലക്ട്രിസിറ്റി വയറൊക്കെ കടിച്ച് പൊട്ടിച്ച് അതിന്റെ മുകളിലുള്ള വീടെല്ലാം ചവിട്ടി നശിപ്പിച്ച് ഗൈസ് നമ്മുടെ കോങ്ങാച്ചിക്ക് ഇലക്ട്രിസിറ്റി അകത്തേറിയ അപ്പ ചാർജ് ആകും. ബൂസ്റ്റിൽ ചായ ഇട്ട് കുടിച്ച പോലെ കോങ്ങാച്ചി ചുമ്മാ അതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് ബിൽഡിംഗ് ഒക്കെ വെറുതെ ഇടിച്ചു പൊട്ടിക്കും. എന്നിട്ട് അതുവഴി പാഞ്ഞു പോയൊരു കളിപ്പാട്ടൻ ട്രെയിനെ കയ്യിൽ പൊക്കിയെടുത്ത് അതിനകത്തിരുന്ന ഒരു പീസിനെ അവൻ ഞോണ്ടി എടുക്കും. ഇവൻ അല്ലേലും പണ്ട് പെണ്ണുങ്ങളൊരു വീക്ക്നെസ് ആണ്. അവന്റെ മുഖം നോക്ക്, മോണസാരോ എന്നും പറഞ്ഞിരിക്കണം മുഖം. എന്നിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ കൂർത്ത മുനയിൽ കയറി ഇരിക്കണം അവൻ. ഒപ്പം മിലിറ്ററിക്കാർ ആകാശത്തേക്ക് മയക്ക് വെടി വെച്ച് ഈ മണ്ടനായ കോങ്ങാച്ചിനാണെങ്കിൽ അത് മൊത്തവും വലിച്ചങ്ങ് കയറ്റും. അതിന്റെ കൂടെ ആ കാട്ടുവാസികൾ ഇവന് മയക്കാനായിട്ട് ഉപയോഗിച്ച ആ പാട്ടില്ലേ, ആ പാട്ടും കൂടി ഇവരങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇത് രണ്ടും കൂടി ആയതും അവസാനം നിലതെറ്റി നമ്മുടെ കോങ്ങേട്ടൻ താഴെ വീഴുകയാണ്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് സക്സസ്ഫുള്ളി ആ പെണ്ണിനെ അവർ രക്ഷിക്കുകയാണ്. ശേഷം ഇവനെ കങ്കൂസിൽ കൊരുത്ത് 5-6 ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ പെരുക്കി കെട്ടി ഇവനെ തൂക്കിയെടുത്ത് നമ്മുടെ ഗോഡ്സിലുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കൊടുക്കുകയാണ് ഗൈസ്. ട്രോപ്പിക്ക സ്റ്റണ്ട് ചെയ്യുമ്പോ ഏകദേശം ഇതുപോലെയാണ്. എന്തോന്നടാ ഇത്, എന്റെ മുഖത്ത് എന്താ ചാണാൻ കുഴച്ച് വെച്ചേക്കണ, വെറും മപ്പൻ. ആ മുഖത്തേക്ക് ഒന്ന് നോക്കൂ, എത്ര ഐശ്വര്യമില്ലാത്ത മുഖം. അന്നൊക്കെ അവർ ഇതൊക്കെ ചെയ്ത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ അവനെ പറത്തിക്കൊണ്ട് വന്ന് നമ്മുടെ ഗോഡ്സിയുടെ മുന്നേ അങ്ങ് ഇട്ടു കൊടുക്കുകയാണ്. കോങ്ങൻ നടന്നു വന്ന് ഒരു പാറകഷ്ണത്തിന്റെ പുറകിൽ വന്ന് ഒളിച്ചിരിക്കും. എന്നിട്ട് അതുവഴി മുതുകത്ത് ചെടിയുമായി വന്നവന്റെ വാലിൽ പിടിച്ച് വലിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവർ പരസ്പരം ആശ്ലേഷിക്കും. തന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിൽ ദേഷ്യം വന്ന കോങ്ങ് ഓടിച്ചെന്ന് അവനൊരു സ്പീർ അടിക്കും. എന്താണെന്നറിയില്ല, പെട്ടെന്ന് കോങ്ങൻ അവിടെ കിടന്ന് കർണം പറഞ്ഞ് കറങ്ങി ചെന്ന് ഒരു മുതുക് കലിച്ചൊന്ന് തലയിടിച്ച് സ്വന്തമായിട്ട് ബോധം കെടും. ഈ മണ്ടൻ എന്താണെന്ന് കാണിച്ചതെന്ന് മനസ്സിലാത്ത ഗോഡ്സില കുറച്ചു സമയം അവനെ നോക്കിയ ശേഷം കൈ രണ്ടും ചേർത്ത് ക്ലാപ്പ് കൂട്ടിയിട്ട് വാലി കൊണ്ട് അവന്റെ വയറ്റത്തടിച്ച് അവനെ പതപ്പിക്കാൻ നോക്കും. അപ്പൊ പെട്ടെന്ന് മുസ്ലിം പോർ അടിച്ച പോലെ ചാടി എണിച്ചു വന്ന് കോങ് അവനെ ആക്രമിക്കാൻ നോക്കുമെങ്കിലും ആടത്തുമ്പോ മുണ്ട് പറിച്ചടിക്കുന്ന പോലെ വാലി കുത്തി എണിച്ച് നിന്ന് ഇവനെ ചാടി അങ്ങ് തെറിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ട്രിസിറ്റിയാണ് അവന്റെ ചാർജ്. പെട്ടെന്ന് കാറും കോളും മേഘവും കൂടി അവന്റെ മോന്തൊക്കെ ഇലക്ട്രിസിറ്റി അടിച്ചതും ചാർജ് ആയിട്ട് അവൻ ചാടി അങ്ങോട്ട് എണിക്കും. എന്നിട്ട് വിരളിൽ നിന്നൊക്കെ കറണ്ട് അടുപ്പിച്ച് ഗോഡ്സിലെ വാലി പിടിച്ചവനെ ചുഴട്ടി എറിയും. എന്നിട്ട് അവനെ മലർത്തി കിടത്തി വെറി പൂണ്ട ജോസ് പ്രകാശിനെ പോലെ ആകും. ദേഷ്യം വന്ന കോങ്ങ് അവിടെ കിടന്നൊരു മരം എടുത്ത് അവന്റെ വായിക്കകത്ത് കുത്തി കയറ്റിട്ട് രഘുവിനെ പൊക്കിയെടുത്ത് സമ്മസ്ലാം അടിക്കും. എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കും. എന്നിട്ട് ആ ഘോര യുദ്ധത്തിനൊടുവിൽ അവർ രണ്ടുപേരും തള്ളി തള്ളി കടലിന്റെ തീരങ്ങളിലേക്ക് എത്തുകയാണ് ഗൈസ്. കളിച്ച് അവർ ഇരുവരും ചേർന്ന് ലഘു വെച്ച് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൂറ്റ അമ്പലം അവര് പൊളിച്ച് കളയും. എന്നിട്ട് രണ്ടുപേരും കൂടി മറിഞ്ഞടിച്ച് പോയി കുളത്തി വീഴും, അല്ല കടലിൽ പോയി വീഴും. ശുഭം. എന്നിട്ട് ഗോഡ്സിലെ മുക്കളായിട്ട് വേറെ ഏതോ വഴിക്കും പോകും. നമ്മുടെ കോങ്ങ നീന്തി അവന്റെ കര ലക്ഷ്യമാക്കി പോവുകയാണ്. ഖത്തം, പടം ഖത്തം. ഗൈസ്, ഈ പടമൊക്കെ 1962 എപ്പിക് സിനിമകളായിരുന്നു. ഇതിനെ ഒരിക്കലും ഞാൻ മോശമായി പറയില്ല. അന്ന് അവർ ഉപയോഗിച്ച ടെക്നോളജിയും സ്കില്ലും ഒക്കെ വളരെ പ്രശംസനീയ അർഹനീയമാണ്. ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് പോലും പല പടങ്ങളും ഇവിടെ കോമഡി ആക്കിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. 600 കോടിയിലേക്ക് വന്ന ആദിപുരുഷൊക്കെ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തായാലും ഇന്ന് ഇത്രയും മതി ഗൈസ്, ഇന്നത്തെ കൊള്ളതായി. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.